ഇന്ത്യയുടെ ആദ്യത്തെ സ്പേസ് റോബോട്ടിക് ആം എന്ന വിശേഷണത്തോടെ സ്പേഡെക്സ് ദൗത്യത്തിനൊപ്പം ഇന്ത്യ വിക്ഷേപിച്ച നടക്കും റോബോട്ടിക് ആം എന്ന യന്ത്രക്കൈയുടെ പ്രവർത്തന വീഡിയോ ISRO ഔദ്യോഗിക X അക്കൗണ്ടിൽ പങ്കുവച്ചു. ഇതോടെ ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് പുതിയ ചരിത്രം കുറിച്ചിരിക്കുകയാണ് ഇന്ത്യ. സ്പേഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെയും വഹിച്ചുയർന്ന PSLV-C-60 റോക്കറ്റിനൊപ്പമുണ്ടായിരുന്ന POEM-4ലാണ് ഈ റോബോട്ടിക് ആം ഘടിപ്പിച്ചിരുന്നത്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതി പ്രകാരം ഇസ്രോ തദ്ദേശീയമായി നിർമ്മിച്ചതാണ് ഈ യന്ത്രക്കൈ. തിരുവനന്തപുരം AISU ആണ് നടക്കും യന്ത്രക്കൈ വികസിപ്പിച്ചെടുത്തത്. ഭാവിയിൽ ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യയാണത്. ബഹിരാകാശ റോബോട്ടിക്സ് രംഗത്ത് ഇന്ത്യയുടെ പതാകവാഹക പരീക്ഷണമായി ഈ റോബോട്ടിക് ആം മാറുമെന്നുറപ്പാണ്. ഇതോടെ ബഹിരാകാശത്ത് റോബോട്ടിക് സംവിധാനം വിന്യസിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന അജയ്യരുടെ പട്ടികയിലേക്ക് ഇന്ത്യയും എത്തിയിരിക്കുകയാണ്. PSLV റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറു പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന POEM പദ്ധതിയുടെ ഭാഗമായി ഇസ്രോ അയച്ച 24 ചെറു പരീക്ഷണങ്ങളിൽ ഒന്നാണ് ഈ നടക്കും യന്ത്രക്കൈ. 2024 ഡിസംബർ 30-നാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ 1ാം വിക്ഷേപണ തറയിൽ നിന്ന് ISRO സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനായി 2 സ്പേഡെക്സ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത്. ഇതിനു പുറമെ ബഹിരാകാശത്ത് വിത്തുമുളപ്പിക്കുന്ന ക്രോപ്സും തിരുവനന്തപുരം AIST വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് 2 അഥവാ ഗ്രേസ് എന്ന പേലോഡും പരീക്ഷണങ്ങളുടെ ഭാഗമാണ്. ബഹിരാകാശത്ത് വെച്ച് 2 ഉപഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം ജനുവരി 7-ന് തന്നെ നടക്കും. രാവിലെ 9-നും 10-നും ഇടയിലാകും ഉപഗ്രഹങ്ങൾ ഒന്നാകുക. ബംഗളൂരുവിലെ ഇസ്ട്രാക്കിൽ നിന്നാണ് ഉപഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത്. സ്പേസ് ഡോക്കിംഗ് സാങ്കേതികവിദ്യ നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമേ വിജയിപ്പിക്കാനായിട്ടുള്ളൂ. അതിനാൽ തന്നെ വളരെ ആകാംക്ഷയോടെയാണ് ശാസ്ത്രലോകം ഇസ്രോയുടെ ഡോക്കിംഗ് പരീക്ഷണത്തിനായി കാത്തിരിക്കുന്നത്.